ഡയസ് നോൺ തള്ളി ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നു. പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം പണിമുടക്കിൽ പങ്കെടുത്ത് CPI അനുകൂല സർവീസ് സംഘടനകളും. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ പ്രതിഷേധത്തിനൊപ്പം ചേരാൻ CPI ക്ഷണിച്ച് VD സതീശൻ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് ധനമന്ത്രി. പണിമുടക്കിന്റെ ഭാഗമായി കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ പരിക്കേറ്റ് അവശനിലയിലായ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം പാളി. ആന വനത്തിലേക്ക് കടന്നു. കണ്ടെത്താൻ 2 സംഘങ്ങളായി തിരച്ചിൽ. 4 മണിവരെ ശ്രമം തുടരും. അടിയന്തര ചികിത്സ നൽകാൻ ദൌത്യ സംഘം സജ്ജം. ആനയുടെ ആരോഗ്യനില മോശമെന്ന് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ. പാലക്കാട് ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് താൽപര്യമുള്ള കമ്പനിയെന്ന ആരോപണം. ജലചൂഷണത്തിൽ ആശങ്കയെന്ന് CPI. ബ്രൂവറിക്കായി വെള്ളം നൽകാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്ത്. മന്ത്രി MB രാജേഷിന്റെ വീട്ടിലേക്ക് മഹിളാ മോർച്ച പ്രതിഷേധം. ബൂറി വിഷയത്തിൽ പാലക്കാട് BJPയിൽ ഭിന്നത. മണിയാർ വൈദ്യുതി കരാറിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയെ നിയമസഭയിൽ തിരുത്തി മുഖ്യമന്ത്രി. കരാർ പുതുക്കുന്നതിനെ അനുകൂലിച്ച് സഭയിൽ മുഖ്യമന്ത്രി. കാർബറാണ്ടം കമ്പനിക്ക് KSEB നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇടപെടൽ വിഷയത്തിൽ വ്യവസായ വൈദ്യുതി മന്ത്രിമാർക്കിടയിൽ ഭിന്നതകൾ തുടരുന്നതിനിടെ കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിയത് ഉയർന്ന തുകയ്ക്കെന്ന CAG കണ്ടെത്തലിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. തീവെട്ടിക്കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല. അഴിമതി ആരോപണത്തിൽ വിജിലൻസിന് പരാതി. 10 കോടിയുടെ അധിക ബാധ്യത അന്വേഷിക്കണമെന്ന ആവശ്യം. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് CPIM. കലാരാജു പാർട്ടി ഓഫീസിൽ നേതാക്കളുമായി സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ. ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച ദൃശ്യങ്ങളെന്ന് കലാരാജു. CPIM നടത്തുന്നത് അപകീർത്തി പ്രചാരണമെന്നും വിമർശനം. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തി. ഉപേക്ഷിച്ച നിലയിൽ സ്കൂട്ടർ കിട്ടിയത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. പ്രതി കടന്നുകളഞ്ഞത് ട്രെയിനിൽ എന്ന നിഗമനത്തിൽ പോലീസ്. അന്വേഷണം 4 സംഘങ്ങളായി തിരിഞ്ഞു. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. കാസർഗോഡ് ചന്തേരയിലാണ് ഗർഭിണിയെ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് പരാതി. പ്രതി വധഭീഷണി മുഴക്കിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ഒന്ന് ചേരുന്നു. അരുൺ, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാമോ? നേതൃമാറ്റ ചർച്ചകൾ സജീവമായിരിക്കെ KPCCയിൽ ചേരിതിരിവ് രൂക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്ലാൻ 63 അംഗീകരിക്കണമെന്ന് ഒരു വിഭാഗം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ ചോർന്നതിൽ VD സതീശന് അതൃപ്തി. മരുന്ന് കമ്പനികൾക്ക് കോടികളുടെ കുടിശ്ശിക. സർക്കാർ ആശുപത്രികൾ മരുന്ന് ക്ഷാമത്തിലേക്ക്. കോഴിക്കോട് സ്ഥിതി രൂക്ഷം. ആശുപത്രികൾ പ്രതിസന്ധിയിലേക്കെന്ന് സൂചന. PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന് പരാതി. വയനാട്ടിലെ സഹകരണ ബാങ്കുകളിലെ നിയമന തട്ടിപ്പിൽ പ്രാഥമിക പരിശോധനയ്ക്ക് നിർദ്ദേശം. വയനാട്ടിലെ സഹകരണ ബാങ്കുകളിലെ നിയമന തട്ടിപ്പിൽ പ്രാഥമിക പരിശോധനയ്ക്കുള്ള 66 എൻക്വയറിക്ക് നിർദ്ദേശം നൽകി സഹകരണ വകുപ്പ്. സർക്കാർ നടപടി. ജില്ലയിലെ 4 സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ നിയമന തട്ടിപ്പ് നടന്നു എന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ND അപ്പച്ചനും KK ഗോപിനാഥിനും ജാമ്യം നൽകി വിട്ടയച്ചു. KPCC പ്രസിഡന്റ് K സുധാകരൻ ഇന്ന് ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ വീട് സന്ദർശിക്കും. DCC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ PK ശശിക്ക് രൂക്ഷ വിമർശനം. PK ശശിയുടേത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് പ്രവർത്തന റിപ്പോർട്ട്. EP ജയരാജനും വിമർശനം. സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. കുതിച്ചുയർന്ന സ്വർണ്ണവില. ചരിത്രത്തിലാദ്യമായി പവന് 60,000 രൂപ കടന്നു. 2 ദിവസങ്ങളിലായി വർദ്ധിച്ചത് 720 രൂപ.
മോഷണ ശ്രമത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ മുംബൈ പോലീസ് ഇന്ന് നടൻ സെയ്ഫ് അലി ഖാന്റെ മൊഴിയെടുക്കും. ആശുപത്രി വിട്ട താരം ബാന്ദ്രയിലെ വസതിയിൽ വിശ്രമത്തിൽ. സെയ്ഫ് അലി ഖാന്റെ വീടിന് സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ്. ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികളായ കുട്ടികളുടെ മൊഴിയെടുത്തു. ഋതു ജയൻ വീട്ടിലെത്തിയതും കുടുംബത്തെ ആക്രമിക്കുന്നതും കണ്ടെന്ന് പോലീസിന് മൊഴി നൽകി കുട്ടികൾ. എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പശ്ചാത്താപമില്ലെന്ന് ആവർത്തിച്ച് പ്രതി ഋതു ജയന്റെ മൊഴി. ആക്രമിക്കപ്പെട്ട ജിതിനോട് കുറെ നാളായി പ്രശ്നമുണ്ടായിരുന്നു. കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്തതാണെന്നും പ്രതിയുടെ മൊഴി. റേഷൻ പണിമുടക്ക് നടത്തുന്ന വ്യാപാരികളുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സമരക്കാർ പിന്മാറണമെന്ന് മന്ത്രി നിയമസഭയിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി അടുത്ത തിങ്കളാഴ്ച വിധി പറയും. ഹർജിയിൽ വിശദമായ വാദം കേട്ട സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനോട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ തിളങ്ങി 24. 2023 മികച്ച വാർത്താ അവതാരകനുള്ള സംസ്ഥാന അവാർഡ് 24 ചീഫ് സബ് എഡിറ്റർ പ്രജിൻ C കണ്ണന്. പുരസ്കാരം പ്രഭാത വാർത്താ അവതരണത്തിന്. വാർത്തേതര പരിപാടിയിലെ മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ V അരവിന്ദന്. അരസ്യൽ ഗലാട്ട എന്ന പരിപാടിക്കാണ് പുരസ്കാരം. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര നേട്ടത്തിൽ ഫ്ലവേഴ്സ് ടിവിയും. ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത രാജേഷ് തലച്ചിറ സംവിധാനം ചെയ്ത സൂസു സുരഭിയും സുഹാസിനിയുമാണ് മികച്ച രണ്ടാമത്തെ ടെലി സീരിയൽ. അമ്മേ ഭഗവതിയിലെ അഭിനയത്തിന് സീനു രാഘവേന്ദ്ര മികച്ച രണ്ടാമത്തെ നടനായും നന്ദകുമാർ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. സൂസു സുരഭിയും സുഹാസിനിയും പരമ്പരയിലെ അനുക്കുട്ടിയാണ് മികച്ച രണ്ടാമത്തെ നടി. UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ കൂടുതൽ വിവാദം. കൗൺസിലർമാർക്ക് ബജറ്റ് പാരിതോഷികം നൽകാനെന്ന പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് നഗരസഭ. കലാരാജു വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ. കലാരാജുവിനെ കൊണ്ട് കോൺഗ്രസ് CPIM നേതാക്കളുടെ പേര് പറയിപ്പിക്കുന്നു. കൂത്താട്ടുകുളത്തെ എല്ലാ വീടുകളിലും കയറി വിഷയം വിശദീകരിക്കുമെന്ന് CN മോഹനൻ. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 1 വയസ്സുള്ള കുഞ്ഞിന് ചികിത്സ നിഷേധിച്ചെന്ന് പരാതി. ആലുങ്ങൽ സ്വദേശി ഷാഹുൽ ഹമീദ് ഷക്കീല ദമ്പതികളുടെ കുഞ്ഞിന് ചികിത്സ നിഷേധിച്ചു എന്നാണ് ആരോപണം. നെല്ലിന് താങ്ങുവില 40 രൂപയാക്കി ഉയർത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. നെല്ല് സംഭരണത്തിൽ കേന്ദ്രം നൽകുന്ന താങ്ങുവില ക്വിന്റലിന് 2300 രൂപ മാത്രമാണ്. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പഠിച്ച സമിതിയുടെ റിപ്പോർട്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനയിലാണെന്നും മന്ത്രി. എറണാകുളം പുത്തൻവേലിക്കരയിൽ 4 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ CPIM പ്രവർത്തകനെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്കാരൻ ആയതുകൊണ്ട് പ്രതിയെ സംരക്ഷിക്കുന്നത് ശരിയാണോ എന്ന് പ്രതിപക്ഷ നേതാവ്. കണ്ണൂരിൽ വാഹനാപകടത്തിൽ മരിച്ച നാടക കലാകാരികളുടെ ആശ്രിതർക്ക് സഹായം നൽകുന്നത് പരിഗണിച്ച് വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. നാടക സമിതിക്ക് സഹായം നൽകുന്നതും പരിഗണനയിൽ. CR മഹേഷ് MLA സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പുതുപ്പാടി സുബൈദ കൊലക്കേസ് പ്രതി ആഷിഖിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. നടപടി ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ. മലപ്പുറം കൊളപ്പുറത്ത് വൻ സ്പിരിറ്റ് വേട്ട. ചരക്ക് ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് 20,000-ലധികം ലിറ്റർ സ്പിരിറ്റ്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി പിടിച്ചെടുത്ത് പോലീസ്. പാലക്കാട് ഒറ്റപ്പാലം ഏർബൻ ബാങ്കിൽ പുതിയ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം 25-ന് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥ്, RBI എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മറാത്തെ, സഹകരണ സംഘം രജിസ്ട്രാർ D സജിത് ബാബു IAS എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട് വിവാഹ ആഘോഷത്തിനിടെ കാറിൽ അപകടകരമായി റീൽസ് ചിത്രീകരിച്ചതിൽ കേസെടുത്തു. വരനും കാറിൽ സഞ്ചരിച്ച യുവാക്കൾക്കുമെതിരെ കേസെടുത്ത് വളയം പോലീസ്. കൊല്ലം പൂവറ്റൂർ ദേവി വിലാസം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലും ചരിത്ര അധ്യാപകനുമായിരുന്ന V രാജീവ് കുമാറിന്റെ സ്മരണാർത്ഥം ജില്ലാതല ചരിത്രാവബോധ ക്വിസ് സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു.
എറണാകുളം മൂത്തകുന്നത്ത് ചരക്ക് ലോറിക്ക് തീപിടിച്ചു. പൂക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോവുകയായിരുന്ന അരിലോറിക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് കോങ്ങാട് തൃശൂർ റൂട്ടിലോടുന്ന കരിപ്പാൽ ബസ്സിലെ കണ്ടക്ടർ വെങ്ങാനല്ലൂർ സ്വദേശി രാജഗോപാലൻ. കൊല്ലം ഏരൂരിൽ 28-കാരിയായ യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ കൈക്കലാക്കി ഭീഷണിപ്പെടുത്തി ലോഡ്ജ് മുറികളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച 35-കാരൻ പിടിയിൽ. ഏരൂർ നെട്ടയം വരിക്കൽ ലക്ഷം വീട്ടിൽ ഉല്ലാസാണ് പിടിയിലായത്. കാസർഗോഡ് കുമ്പളയിൽ ഓട്ടോ ഡ്രൈവറെ വധിക്കാൻ ശ്രമിച്ച 2 പേർ അറസ്റ്റിൽ. പെരുവാട് സ്വദേശി ഹബീബ്, മംഗലാപുരം ബീരി സ്വദേശി അഹമ്മദ് കബീർ എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിസിനസ് ന്യൂസ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ ഗോഫസ് വിമാന കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ബാധ്യത തീർക്കാൻ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 3 വർഷം മുൻപാണ് ഗോഫസ് സർവീസ് നിർത്തിവച്ചത്. ഫുഡ് ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയുടെ ഓഹരി വില 11% ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ഓഹരി ലിസ്റ്റിംഗ് വിലയായ 420 രൂപയ്ക്ക് അടുത്തെത്തി. ഇന്ത്യൻ നിരത്തുകളിലേക്ക് വീണ്ടും ഡീസൽ കാറുകളുമായി സ്കോഡ. ഡീസൽ കാർ മോഡലായ സൂപ്പർ 4x4 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. E10 ബുള്ളറ്റ് ട്രെയിൻ 2030 ഇന്ത്യയിലും ജപ്പാനിലും ഒരേ സമയം അരങ്ങേറ്റം കുറിക്കും. ഷിങ്കാൻസനിന്റെ ഏറ്റവും പുതിയ മോഡലായിരിക്കും ഇത്. ഉപയോക്താക്കൾക്കായി പുതിയ ഫീച്ചറുകൾ പുറത്തിറക്കാൻ വാട്സ്ആപ്പ്. സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിൽ സംഗീതം ചേർക്കാൻ അനുവദിക്കുന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ വാട്സ്ആപ്പ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ വൻ മുന്നേറ്റം. കഴിഞ്ഞ വർഷം രാജ്യത്ത് 1.48 ദശലക്ഷം യൂണിറ്റ് EVകളാണ് വിറ്റഴിച്ചതെന്ന് റിപ്പോർട്ട്. ഇന്ത്യയിൽ വൻ നിക്ഷേപം ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്ത് കൂടുതൽ ട്രംപ് ടവറുകൾ നിർമ്മിക്കും. 15,000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രംപ് ടവറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് നീക്കം. പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രഖ്യാപിച്ച ഇൻസ്റ്റഗ്രാം. എഡിറ്റ്സ് എന്നാണ് ഇൻസ്റ്റയുടെ പുതിയ ആപ്പിന്റെ പേര്. ക്രിയേറ്റീവ് ടൂളുകൾ ലഭ്യമാവുന്ന സമ്പൂർണ്ണ സ്യൂട്ട് എന്നാണ് എഡിറ്റ്സ് ആപ്പിന് ഇൻസ്റ്റഗ്രാം തലവൻ ആദം മൊസ്സേരി നൽകുന്ന വിശേഷണം. സ്പോർട്സ് ന്യൂസ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം രാത്രി 7-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. മലയാളി താരം സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താൻ റയൽ മാഡ്രിഡിന് ഇന്ന് ജീവൻ മരണ പോര്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ RB സാൽസ്ബർഗാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ എതിരാളികൾ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നർ ഇന്ന് കളത്തിൽ. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന കളിയിൽ എതിരാളി അലക്സ് ഡി മിനോറാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ ലോക 2-ാം നമ്പർ ഇഗ ഷാംടെക് സെമിയിൽ 8-ാം സീഡ് എമ്മ നവാരോയെ തോൽപ്പിച്ചു. ISLൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷ FC പോരാട്ടം. രാത്രി 7-ന് ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ജയിച്ച് 2-ാം സ്ഥാനത്തേക്ക് ഉയരാൻ ബംഗളൂരു. റയൽ മാഡ്രിഡ് വിടുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പരിശീലകൻ കാർലോസ് ആഞ്ചലോട്ടി. 2029 വരെ സ്പാനിഷ് ക്ലബിനൊപ്പം തുടരുമെന്ന് ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനം. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്ന സ്റ്റേഡിയങ്ങളെല്ലാം ഈ മാസം അവസാനം മത്സര സജ്ജമാകുമെന്ന് പാകിസ്ഥാൻ. സ്റ്റേഡിയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ലെന്ന വിമർശനങ്ങളിലാണ് മറുപടി. ഇനി കാണാം സാംസ്കാരിക സിനിമാ വാർത്തകൾ. ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കുന്ന നരിവേട്ടയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സുരാജ് വെഞ്ഞാറമൂട്, പ്രിയംവദ കൃഷ്ണ, ആര്യ സലിം, റിനി ഉദയകുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു. എമ്പുരാനിലെ ടൊവിനോ തോമസിന്റെ ലുക്ക് പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. അധികാരം ഒരു മിഥ്യയാണ് എന്നതാണ് ജതിൻ രാംദാസിന്റെ ടാഗ് ലൈൻ പോസ്റ്ററിലുള്ളത്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ഈ രാത്രി എന്നാരംഭിക്കുന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് തിരുമാലിയും വിനായക് ശശികുമാറും ചേർന്നാണ്. വൈറൽ ട്രെൻഡ്സ്. ആരാധകർക്ക് സർപ്രൈസ് പാട്ടുമായി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് നായർക്കൊപ്പമാണ് സഞ്ജുവിന്റെ പാട്ട്. വീഡിയോ ഏറ്റെടുത്ത് ആരാധകർ. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു കൂട്ടം യുവതികളുടെ ഡാൻസ്. ഫാക്ട് ചെക്ക്.
ആക്രമണത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ നടൻ സെയ്ഫ് അലി ഖാനെ സന്ദർശിക്കാൻ നടൻ സൽമാൻ ഖാൻ ആശുപത്രിയിലെത്തിയെന്ന അവകാശവാദങ്ങളോടെ പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ചിത്രം AI നിർമ്മിതമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. ചണ്ഡീഗഡ് ഗ്രനേഡ് സ്ഫോടന കേസ് പഞ്ചാബ്, UP, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ 16 സ്ഥലങ്ങളിൽ NIA റെയ്ഡ്. നിർണായക തെളിവുകൾ കണ്ടെത്താനും സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്താനുമാണ് ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ബംഗ്ലാദേശ് എയർലൈൻസ് വിമാനത്തിന് ബോംബ് ഭീഷണി. ബോംബ് ഭീഷണിയെ തുടർന്ന് 250 യാത്രക്കാരെയും 13 ജീവനക്കാരെയും വിമാനത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. തായ്വാനിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. തായ്വാൻ അതിർത്തിയിൽ നിന്ന് 14 ചൈനീസ് വിമാനങ്ങളും 5 കപ്പലുകളും തായ്വാൻ കണ്ടെത്തി. തുർക്കിയിലെ സ്കീ റിസോർട്ടിൽ വൻ തീപിടുത്തം. മരണസംഖ്യ 76. പരിക്കുകളോടെ നിരവധി പേർ ആശുപത്രിയിൽ. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. എവറസ്റ്റ് കയറ്റക്കാരുടെ പെർമിറ്റ് ഫീസ് നേപ്പാൾ കുത്തനെ ഉയർത്തി. പെർമിറ്റ് ഫീസ് 35% വർദ്ധിപ്പിക്കും. പഴനി ക്ഷേത്രത്തിലെ തൈപ്പൂസം ഉത്സവത്തോടനുബന്ധിച്ച് മധുര ജംഗ്ഷനും പഴനിക്കുമിടയിൽ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 11, 12 തീയതികളിലാണ് ഉത്സവം. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു.